നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. എറണാകുളം വടക്കൻ പറവൂരിൽ കുറുവാ സംഘത്തിൽപ്പെട്ടതെന്ന് സംശയിക്കുന്ന ആളുകളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വടക്കേക്കര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ്, സമാനമായ വസ്ത്രധാരണ ശൈലിയൊക്കെയുള്ള ആളുകളാണ് ആലപ്പുഴയിലും തുടർച്ചയായ ദിവസങ്ങളിൽ മോഷണത്തിനെത്തിയത്. ഇപ്പോൾ ഇവിടെ ഈ കണ്ട CCTV ദൃശ്യങ്ങളിലും അതേപോലെ തന്നെയാണ് തോന്നുന്നത്. പോലീസ് പരിശോധന നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പോലീസ് പറയുന്നത്? ക്രിസ്റ്റീന, ആലപ്പുഴയ്ക്കും തിരുവനന്തപുരത്തിനും പിന്നാലെ ഇപ്പോൾ വടക്കൻ പറവൂരിലും കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന ആളുകളുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ ഒച്ച കേട്ടാണ് വീട്ടുകാർ ഉണർന്ന് നോക്കുന്നത്. ഇവർ വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തിയതായും പറയുന്നു. നിരവധി വീടുകളിൽ കയറാനും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. എറണാകുളം വടക്കേക്കര പോലീസ് സ്ഥലത്തെത്തി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആയുധങ്ങളടക്കം ഇവരുടെ കയ്യിലുള്ളതായാണ് സംശയം. വീടുകളിലെ പുറകിലെ വാതിൽ തുറക്കാനുള്ള ശ്രമവും നടത്തിയതായി ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്. വടക്കേക്കര പോലീസ് നേതൃത്വത്തിലുള്ള ഊർജിതമായ അന്വേഷണം നടക്കുകയാണ്. എന്തായാലും ആലപ്പുഴയ്ക്കും തിരുവനന്തപുരത്തിനും പിന്നാലെ കൊച്ചിയിലും കുറുവാ സംഘമുണ്ട് എന്നുള്ള ഒരു സംശയമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്രിസ്റ്റീന, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു YS അഭിനന്ദ്. സമാധാന സന്ദേശവുമായി മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുഐജാൻ കേരളത്തിൽ തുടരുന്നു. കൊച്ചിയിലെത്തിയ ഹറം ഇമാം പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ വൈവിധ്യം ലോകത്തിന് മാതൃകയാണെന്ന് ഹറം ഇമാം പറഞ്ഞു. മതസഹിഷ്ണുതയും സമാധാന സന്ദേശവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹറം ഇമാമുമാരെ സൗദി അറേബ്യ അയക്കുന്നതിന്റെ ഭാഗമായാണ് മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹിമാൻ അൽ ബുഐജാൻ കേരളത്തിലെത്തിയത്. കോഴിക്കോട് KNM സംഘടിപ്പിച്ച സമാധാന സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് കൊച്ചിയിലെത്തിയ ഹറം ഇമാം പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയത്. സാമുദായിക ഐക്യം അനിവാര്യമായ കാലത്ത് ഇന്ത്യയുടെ ബഹുസ്വരതയും വൈവിധ്യവും ലോകത്തെ അടയാളപ്പെടുത്തുന്നതാണെന്ന് ഹറം ഇമാം പറഞ്ഞു. البوذية والسيخ والهندوس وأيضا اللغات مختلفة متعددة. أنا يعني قرأت أو أخبرت أن يكتب على كل في العملة الهندية 15 لغة. KNM വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ, ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ, കൂടാതെ അൻവർ സാദത്ത് MLA എന്നിവർ പങ്കെടുത്തു. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നാളെ നടക്കുന്ന ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷമായിരിക്കും ഹറം ഇമാം സൗദിയിലേക്ക് മടങ്ങുക. 24 കൊച്ചി. അബുദാബി സെക്യൂരിറ്റി എക്സ്ചേഞ്ചിൽ ഓഹരി വിൽപ്പനയ്ക്ക് തുടക്കമിട്ട ലുലു റീറ്റെയിൽ ADXലെ 100ാമത്തെ ലിസ്റ്റിംഗ് ആണ് ലുലുവിൻ്റേത്. 2.04 ദിർഹം എന്ന നിലയിലാണ് വ്യാപാരം തുടങ്ങിയത്. അബുദാബി സെക്യൂരിറ്റി എക്സ്ചേഞ്ചിൽ UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദിയും ലുലു ചെയർമാൻ MA യൂസഫലിയും ചേർന്നാണ് ട്രേഡിംഗിന് തുടക്കം കുറിച്ചത്. ADXലെ 100ാമത്തെ ലിസ്റ്റിംഗ് ആണ് ലുലുവിൻ്റേത്. 2.4 ദിർഹം എന്ന നിലയിലാണ് വ്യാപാരം തുടങ്ങിയത്. പിന്നീട് ഒരു ഘട്ടത്തിൽ 1.99 ദിർഹം വരെ താഴ്ന്ന ശേഷം പ്രാരംഭ വിലയായ 2.4 ദിർഹത്തിൽ തന്നെ ക്ലോസ് ചെയ്യുകയായിരുന്നു. 24,80,00,000 ഓഹരികളാണ് ഇതിനകം കൈമാറ്റം ചെയ്യപ്പെട്ടത്. നിക്ഷേപകർക്ക് മികച്ച ലാഭം ലഭിക്കുന്നതിനുള്ള പ്രയത്നം ലുലു തുടരുമെന്ന് MA യൂസഫ് അലി വ്യക്തമാക്കി. UAEയുടെയും GCCയുടെയും വികസനത്തിന് ലുലു നൽകിയ പങ്കാളിത്തം മാതൃകാപരമാണെന്നും ഇപ്പോഴത് കൂടുതൽ ജനകീയമായെന്നും മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവൈദി പറഞ്ഞു. ലുലു റീറ്റെയിലിന്റെ 30% ഓഹരികളാണ് വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 24 ദുബായ്. ബഹ്റൈൻ അന്താരാഷ്ട്ര എയർ ഷോയ്ക്ക് ഉജ്ജ്വല തുടക്കം. എയർ ഷോയുടെ 7ാം പതിപ്പ് ബഹ്റൈൻ കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ രാജാവിന്റെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ബഹ്റൈൻ അന്താരാഷ്ട്ര എയർ ഷോയുടെ 7ാം പതിപ്പ് ബഹ്റൈൻ കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ബഹ്റൈനിലെ വിവിധ വകുപ്പ് മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും നൂതന വിമാനങ്ങളായ B-52, F-35, ടൈഫൂൺ, F-16, മിറാഷ് 2000 എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 125ലധികം വിവിധ എയർക്രാഫ്റ്റുകളുടെ പ്രദർശനം എയർ ഷോയിൽ നടക്കുന്നത്. മറ്റ് എയർ ഷോകളിൽ ലഭ്യമല്ലാത്ത പ്രത്യേക സവിശേഷതയായ ഏരിയൽ ഡിസ്പ്ലേകളുടെ കാഴ്ചയോടെ വിമാനങ്ങൾ അവരുടെ ചാലറ്റുകളിൽ നിന്ന് നേരിട്ട് പ്രദർശിപ്പിക്കുന്നുവെന്നതും ഇത്തവണത്തെ എയർ ഷോയുടെ പ്രത്യേകതയാണ്. ഈ വർഷം സമർപ്പിത പവലിയനുകളുള്ള രാജ്യങ്ങളിൽ ബഹ്റൈൻ, സൗദി അറേബ്യ, UAE, ചൈന, US എന്നിവയും ഉൾപ്പെടുന്നു.
ഷോയിൽ എയ്റോസ്പേസ്, ഡിഫൻസ് ലീഡർമാരുടെ ആഗോള സംഗമവും ഉണ്ടാകും. 11 ആഗോള വിമാന നിർമ്മാതാക്കൾ ഉൾപ്പെടെ 135 കമ്പനികളാണ് എയർ ഷോയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ എയറോബാറ്റിക് ടീം സാരംഗിന്റെ 4 ഹെലികോപ്റ്ററുകൾ അടങ്ങിയ ഇന്ത്യൻ എയർഫോഴ്സിന്റെ 2 C-70 കാർഗോ വിമാനങ്ങളും ഷോയിൽ പങ്കെടുക്കുന്നു. ലോകോത്തര ഫ്ലൈയിംഗ് ഡിസ്പ്ലേകൾ ഒരുക്കാൻ വിവിധ രാജ്യങ്ങളുടെ എയറോബാറ്റിക് ടീമുകളും ഉണ്ട്. കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും എയർ ഷോയിൽ പറക്കുന്ന പൈലറ്റുമാരെ കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. എഞ്ചിനീയർമാർ, പൈലറ്റുമാർ, ബഹിരാകാശ യാത്രികർ, ക്രാഫ്റ്റിംഗ്, സിമുലേറ്ററുകൾ എന്നിവ സംബന്ധിച്ച വർക്ക്ഷോപ്പുകളും നടക്കുന്നു. സഖീർ എയർബേസിൽ നടക്കുന്ന ഇന്റർനാഷണൽ എയർ ഷോ നവംബർ 15-ന് അവസാനിക്കും. 24 ബഹ്റൈൻ. അമേരിക്കയിലെ കലാ സാംസ്കാരിക സംഘടനയായ അലയുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ന്യൂജേഴ്സിയിലും സിയാറ്റിലും നടക്കും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളെ ആസ്പദമാക്കി പ്രശസ്ത നാടക സംവിധായകൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ഒരുക്കിയ നാടകവും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ടാകും. ന്യൂയോർക്കിൽ നിന്ന് റോബിൻ ചെറിയാന്റെ റിപ്പോർട്ട്. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള എഴുത്തുകാരെയും കവികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിലെ പുരോഗമന കലാ സാംസ്കാരിക സംഘടനയായ അല നവംബർ 16-ന് ന്യൂജേഴ്സിയിൽ വെച്ചും നവംബർ 23-ന് സിയാറ്റിലിൽ വെച്ചും ആർട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ALF 2024 സംഘടിപ്പിക്കുന്നു. അലയുടെ ആഭിമുഖ്യത്തിലുള്ള ആർട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷനാണ് ഇത്. ട്രാൻസെൻഡിംഗ് ബോർഡേഴ്സ്, കണക്ടിംഗ് കൾച്ചേഴ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ പരിപാടി നടത്തുന്നത്. പ്രശസ്ത എഴുത്തുകാരായ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഡോക്ടർ സുനിൽ പി ഇളയിടം, ശ്രീമതി ആമിനാറ്റ ഫോർണ, പ്രൊഫസർ ഗബീബ ബേദറൂൺ, ശ്രീമതി ശോഭ തരൂർ ശ്രീനിവാസൻ, ശ്രീമതി മൻരീത് സോദി, ശ്രീ വിജയ് ബാലൻ എന്നിവർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു. മുഹമ്മദ് ബഷീറിന്റെ രചനകളെ ആസ്പദമാക്കി പ്രശസ്ത നാടക സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ ഒരുക്കുന്ന മതിലുകൾക്കപ്പുറം എന്ന നാടകവും ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറും. ബുക്ക് സ്റ്റാളുകൾ, എഴുത്തുപുരകൾ, ആർട്ട് വർക്ക്ഷോപ്പുകൾ, ഭക്ഷണശാലകൾ എന്നിവയും ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ സാഹിത്യ ആസ്വാദകരെയും ALF 2024 സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ന്യൂയോർക്കിൽ നിന്നും റോബിൻ ചെറിയാൻ, 24. സാരഥി കുവൈത്തിന്റെ 25-ാം വാർഷികാഘോഷം സാരഥിയം അറ്റ് 25 ഈ മാസം 15-ന് ഉച്ചതിരിഞ്ഞ് 3 മുതൽ ഹവാലി പാർക്കിൽ നടക്കും. ചടങ്ങിൽ സാരഥി കുവൈത്തിന്റെ പരമോന്നത പുരസ്കാരമായ ഗുരുദേവ സേവാരത്ന അവാർഡ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ MA യൂസഫ് അലിക്ക് നൽകി ആദരിക്കും. ശ്രീമദ് വീരേശ്വരാനന്ദ സ്വാമികൾ, ശിവഗിരി മഠം ഉപദേശക സമിതി അംഗവും വ്യവസായിയുമായ ബാബുരാജ്, ഇന്ത്യൻ എംബസി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. 50 കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായം, പഠന മികവ് പുലർത്തുന്ന 25 വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പും, ഭവന നിർമ്മാണ പദ്ധതിയിൽ പൂർത്തിയാക്കിയ 11ാമത് വീടിന്റെ താക്കോൽ ദാനം എന്നിവ നടക്കുമെന്ന് സാരഥി പ്രതിനിധികൾ അറിയിച്ചു. ഇന്ത്യക്ക് പകരം ഭാരത് എന്നുപയോഗിച്ചതിൽ വിശദീകരണവുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഭാരത് എന്നതാണ് കൂടുതൽ ആധികാരികവും പ്രാതിനിധ്യ സ്വഭാവമുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇതിന്റെ പ്രതീകമാണെന്നും ഡോക്ടർ S. ജയശങ്കർ വ്യക്തമാക്കി. ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു S. ജയശങ്കർ. ഇന്തോനേഷ്യയിൽ വീണ്ടും അഗ്നിപർവ്വത സ്ഫോടനം. ലെവോറ്റോബി ലാക്കി അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. 9 കിലോമീറ്റർ ഉയരത്തിൽ ചാരപ്പുക ഉയർന്നു. സ്ഫോടനത്തെ തുടർന്ന് 2000 വീടുകൾക്ക് കേടുപാടുണ്ടായി. 13,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. ഇന്ത്യയിൽ നിന്ന് ബാലിയിലേക്ക് പോകുന്ന ഇൻഡിഗോ, എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി. ഈ മാസം 3-നാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് 9 പേർ കൊല്ലപ്പെട്ടത്. ആത്മകഥാ വിവാദം പാർട്ടിയിൽ വിശദീകരിക്കാൻ EP ജയരാജൻ. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ EP സ്വന്തം ഭാഗം വ്യക്തമാക്കും. വിവാദത്തിൽ EP ജയരാജനോടോ ദേശാഭിമാനി ലേഖകനോടോ വിശദീകരണം തേടിയിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പുറത്തുവന്നത് തന്റെ ആത്മകഥ അല്ലെന്നും താൻ എഴുതിയത് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും EP ജയരാജൻ വ്യക്തമാക്കി. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഉലഞ്ഞു പാർട്ടി. തള്ളിപ്പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാഭാഗങ്ങൾ പാർട്ടിയെ തെല്ലൊന്നുമല്ല വെട്ടിലാക്കിയത്. വിവാദഭാഗങ്ങൾ പുറത്തുവന്നില്ലായിരുന്നെങ്കിൽ ഇതേ ഉള്ളടക്കത്തോടെ പുസ്തകം പ്രസിദ്ധീകരിക്കുമായിരുന്നു. വിവാദ ഉള്ളടക്കം തയ്യാറാക്കിയതാര്? തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ചോർന്നത് എങ്ങനെ? ഇക്കാര്യങ്ങൾ CPIM പരിശോധിക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ പരിശോധനയിലേക്ക് കടന്നാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം. EP ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുറിപ്പുകൾ തയ്യാറാക്കാൻ EP സഹായം തേടിയ ദേശാഭിമാനി ലേഖകനോടും CPIM വിശദീകരണം തേടിയിട്ടില്ല. ജയരാജൻ പറഞ്ഞല്ലോ ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയരാജൻ അവിടെ വിശദീകരിക്കും.
ഇല്ല, നിരീക്ഷകരണം ചോദിക്കേണ്ട കാര്യം CPM ചോദിച്ചിട്ടില്ല. ആത്മകഥാക്കുറിപ്പുകൾ തയ്യാറാക്കിയതിൽ പാർട്ടി വിശദീകരണം തേടിയെന്ന വാർത്ത ദേശാഭിമാനി ലേഖകൻ M. രഘുനാഥ് നിഷേധിച്ചു. എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു വിശദീകരണം തേടിയിട്ടില്ല. എനിക്ക് ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയുന്ന വിവാദ സാധനം ഞാൻ കണ്ടിട്ടില്ല. DC ബുക്സുമായി കരാറില്ലെന്നും പാർട്ടി പരിശോധിച്ച ശേഷമേ തനിക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കാനാകൂ എന്നും EP ജയരാജൻ. ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല. ഞാൻ എൻ്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല. തയ്യാറായി കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കോപ്പി എൻ്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് ഇനി അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. വിവാദങ്ങളിൽ ഗൂഢാലോചന ആരോപിച്ച് EP ജയരാജൻ DGPക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് DGP നിർദ്ദേശം നൽകി. കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് നടക്കുക. 24 കണ്ണൂർ. ആത്മകഥാ വിവാദത്തിൽ ഫേസ്ബുക്കിലെ വിശദീകരണത്തിനപ്പുറം പ്രതികരിക്കാനില്ലെന്ന് DC ബുക്ക് CEO രവി DC. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ മാനിക്കുന്നെന്നും രവി DC പറഞ്ഞു. DC ബുക്സിന് ഇതേപ്പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സംസ് അപ്പ് വാട്ട് വി ഹാവ് ടു സേ. അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട്, നൈദർ വി ആർ ഓൺലി ഫെസിലിറ്റേറ്റേഴ്സ്. നമ്മളില്ലാത്ത അത് ഏതൊരു പബ്ലിക് ഫിഗറും അല്ല, മറ്റേതുമല്ല. അതുകൊണ്ട് തന്നെ വി ഡു റെസ്പെക്ട് ദ പബ്ലിക് ഫിഗർ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിൽക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കമന്റ്സ് ആർ റിസർവ്ഡ് ആക്ച്വലി. താങ്ക് യു. EP ജയരാജന്റെ ആത്മകഥ DC ബുക്സിന് പ്രസിദ്ധീകരണത്തിന് നൽകില്ല. പ്രസാധനത്തിന് മാതൃഭൂമിക്കാണ് മുൻഗണനയെന്ന് EP ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വിവാദത്തിലാക്കിയതിനാലാണ് DC ബുക്സിനെ ഒഴിവാക്കിയത്. ആത്മകഥാ പ്രകാശനം പാർട്ടി ചടങ്ങാക്കി വിവാദം അവസാനിപ്പിക്കാനാണ് തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്രം. നിലവിലെ മാനദണ്ഡങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വ്യക്തമാക്കി. കേരളത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ ആവശ്യത്തിന് പണമുണ്ടെന്നും ഡൽഹിയിലെ കേരള സർക്കാർ പ്രതിനിധി KV തോമസിന് നൽകിയ മറുപടിയിൽ കേന്ദ്രം പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിലാണ് കേന്ദ്രത്തിന്റെ മറുപടി. SDRFന്റെയും NDRFന്റെയും നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ വിശദീകരണം. കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായം സംബന്ധിച്ചും കേന്ദ്രം കണക്ക് നിരത്തി. 388 കോടി രൂപ 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് 2 ഘട്ടമായി നൽകി. 394.99 കോടി രൂപ കേരളത്തിന്റെ SDRF ഫണ്ടിൽ നീക്കിയിരിപ്പുണ്ടെന്ന് അക്കൌണ്ടന്റ് ജനറൽ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. ഈ 2 ഫണ്ടും കണക്കിലെടുക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ തുക സംസ്ഥാനത്തിന്റെ പക്കലുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് പരോക്ഷമായ മറുപടിയിൽ കേന്ദ്രം പറയുന്നു. കേരളം അടിയന്തരമായി ആവശ്യപ്പെട്ട തുക സംബന്ധിച്ച് ഒരു മറുപടിയും കത്തിലില്ലെന്നതും ശ്രദ്ധേയമാണ്. 24 ഡൽഹി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന കേന്ദ്ര നിലപാടിൽ പ്രതികരിച്ച് പ്രിയങ്ക ഗാന്ധി. തീരാനഷ്ടം നേരിട്ടവരോടുള്ള അനീതിയെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ എക്സ്പോസ്റ്റ്. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും വിമർശനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ലെന്ന കേന്ദ്ര നിലപാട് ഞെട്ടിക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഒരു നാട് തന്നെ ഇല്ലാതായി. ഇത് വയനാടിന് നേരെയുള്ള വധശ്രമമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചൂരൽമല ദുരന്തം നമുക്കറിയാം, അതിതീവ്ര ദുരന്തം. കെട്ടിടങ്ങൾ തകർന്നു, കൃഷിനാശമുണ്ടായി, ഒരുപാട് പേർക്ക് പരിക്കേറ്റു, 403 പേർ കൊല്ലപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് ഒരു നാടില്ലാതായി. ആ ദുരന്തത്തെയാണ് അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ല എന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഒരു കത്ത് കേരളത്തിന് നൽകിയിരിക്കുന്നത്. ഇത് വയനാടിന് നേരെയുള്ള വധശ്രമമാണ്. വയനാട് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുത്. കേരളം ഇതിന്റെ ഭാഗമായി പ്രയാസപ്പെടണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ കാണുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗ്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനമാണിത്. തെരഞ്ഞെടുപ്പിലൂടെ കേന്ദ്രത്തിന് മറുപടി പറയാനുള്ള സമയമാണിതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അത് അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും സമയം എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വന്നു പോയതിന്റെ പിറ്റേന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിക്കാതിരിക്കാൻ എന്താ വഴി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെയുള്ള സംഭവം ഉണ്ടായപ്പോൾ എല്ലായിടത്തും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, സഹായം കൊടുത്തിട്ടുണ്ട്. ഇത്രയും സമയമായിട്ട് ഒരു ഇന്ററിം ഹെൽപ്പ് പോലും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തില്ല. കണ്ണിച്ചോരല്ലാത്ത നിലപാടാണ് എടുത്തത്. വാങ്ങി എടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഉത്സാഹം ഇടത് ഗവൺമെന്റിനില്ല.
വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവിൽ അങ്കലാപ്പിലാണ് മുന്നണികൾ. ഭൂരിപക്ഷത്തിലെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ എന്ന ആശങ്ക UDF ക്യാമ്പിലുണ്ട്. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പോലും ചോർന്നുവെന്ന സംശയത്തിലാണ് LDF. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കുറയുമോ എന്ന് BJPയും ആശങ്കപ്പെടുന്നു. മൊത്തം വോട്ടുകളിൽ 5 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 8% വോട്ടുകൾ ഇക്കുറി പോൾ ചെയ്യപ്പെട്ടില്ല. 5-6 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്കുണ്ടാകുമെന്നായിരുന്നു പ്രചാരണത്തിലുടനീളം UDF ആവർത്തിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി 2019 നേടിയ വോട്ടുകളുടെ ഭൂരിപക്ഷം പോലും പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ഉണ്ടാകില്ലെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഇതേക്കുറിച്ചുള്ള ആത്മപരിശോധനയും UDF തുടങ്ങി. ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിംഗ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാൻ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെന്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു. എന്തായാലും അത് മനസ്സിലാക്കും. പക്ഷെ ഞങ്ങളെ ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല. ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും പോൾ ചെയ്യാത്തതാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതിനാലാണ് പോളിംഗ് കുറയാൻ കാരണമെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി. CPIMന്റെയും CPIയുടെയും ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഉറച്ച വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെന്ന ആക്ഷേപം മുന്നണിക്കകത്തുണ്ട്. ഒരു മനസ്സോടെയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് CPI ജില്ലാ സെക്രട്ടറി EJ ബാബു. അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിനോട് ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നുവെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഈ പോളിംഗ് ശതമാനത്തിൽ കുറഞ്ഞത്. മൊത്തം വോട്ടർമാരിൽ 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ ഏതാണ്ട് ഒരു ഉത്തരേന്ത്യൻ കാലാവസ്ഥയിലേക്ക് വയനാട് പോകുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഇടതു വോട്ടുകളിലാണ് ചോർച്ചയുണ്ടായതെന്ന് BJP വിലയിരുത്തുമ്പോഴും കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ നേടിയ 1,41,000-നടുത്തെത്താൻ ഇക്കുറി സാധിക്കുമെന്ന പ്രതീക്ഷ പാർട്ടിക്കില്ല. 24 വയനാട്. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. സ്വന്തം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടെന്ന അവകാശവാദമാണ് മുന്നണികളുടേത്. പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികൾക്ക് ഒരുപോലെ ആശങ്കയാണ്. പ്രചരണകാലത്ത് വിടാതെ പിടികൂടിയ വിവാദങ്ങളെ ചെറുക്കാനായെന്ന LDF വിലയിരുത്തൽ. ഇടതു വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തെന്നും ബൂത്തുകളിലെ കണക്ക്. സ്ഥാനാർത്ഥി UR പ്രദീപന്റെ വ്യക്തിപ്രഭാവം ഗുണം ചെയ്തു. പ്രതികൂല ഘടകങ്ങൾ വെല്ലുവിളിയായാലും 20,000-നടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പെന്ന് LDF ക്യാമ്പ് വിശ്വസിക്കുന്നു. താഴെത്തട്ടിൽ പണിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണിയെടുത്തത് ഇടതുപക്ഷ ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ അവർ പ്രവർത്തകർ പണിയെടുത്തതിൻ്റെ ഒരു ഫലം കാണും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല പോലെ തന്നെ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല. 3,000-നും 5,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് UDF പ്രതീക്ഷ. സമാനതകളില്ലാത്ത പ്രവർത്തനം ചേലക്കരയിൽ കാഴ്ചവെക്കാനായെന്ന നേതാക്കൾ പറയുന്നു. LDFന് സ്വാധീനമുള്ള വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ പഞ്ചായത്തുകളിലൊഴികെ ലീഡ് നേടുമെന്നും വിലയിരുത്തൽ. ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് ചേലക്കര കോൺഗ്രസിനൊപ്പം UDFനൊപ്പം മാറ്റത്തിന് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ആ മാറ്റത്തിനായിട്ട് എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. അടിയൊഴുക്കുകളിൽ NDAക്കുള്ളത് വലിയ പ്രതീക്ഷ. UDFന്റെയും LDFന്റെയും വോട്ടുകൾ പിടിച്ചെടുത്തെന്നാണ് PV അൻവറിന്റെ DMK പിന്തുണയുള്ള NK സുധീറിന്റെ വിശ്വാസം. ചേലക്കരയിൽ വിജയം നിർണ്ണയിക്കുന്ന ഘടകമാകുമെന്നും സുധീർ കരുതുന്നു. കണക്കുകൂട്ടലുകൾക്കൊപ്പുറം ചേലക്കരയിൽ ആര് കരകയറും? ഇനി കാത്തിരിപ്പിന്റെ 9 നാളുകൾ. ചേലക്കരയിൽ നിന്നും MD അധീഷിനൊപ്പം അശ്വിൻ പാലാഴി, 24. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.